സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ, പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രത്യേക സ്കോളർഷിപ്പുകൾ, പ്രസവാനുകൂല്യമായി 15,000 രൂപ വിവാഹധന സഹായം കേൾക്കുമ്പോൾ ഏതൊരു വോട്ടറും വീണുപോകുന്ന പദ്ധതികളല്ലേ ഇതെല്ലാം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ LDF സർക്കാരും തമിഴ്നാട്ടിലെ DMKയും പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും സ്ത്രീകളെ ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപയുടെ ക്ഷേമ പദ്ധതികളാണ് ഒരുക്കി വച്ചിരുന്നത്. തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമെന്ന് ഈ പാർട്ടികൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ബലം വന്നപ്പോൾ ഈ 3 ഭരണകൂടങ്ങളും അധികാരത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? കോടികളുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടും സ്ത്രീകൾ എന്തുകൊണ്ട് ഇവർക്ക് വോട്ടു ചെയ്തില്ല? പോൾസ് മാപ്പ് പുറത്തുവിട്ട കൃത്യമായ വോട്ടിംഗ് കണക്കുകളിലൂടെ നമുക്ക് ഈ രാഷ്ട്രീയ രഹസ്യമെന്ന് പരിശോധിച്ച് വരാം. നമുക്കാദ്യം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലെ LDF സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് വഴിയും ക്ഷേമ ബോർഡുകൾ വഴിയും വലിയ ക്ഷേമ പദ്ധതികളാണ് കേട്ടോ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇവിടത്തെ പ്രധാന പ്രശ്നം പദ്ധതികളുടെ വ്യാപ്തിയായിരുന്നു. വെറും 18% വീടുകൾ മാത്രമാണ് വനിതാ ശിശു വികസന പദ്ധതിയുടെ ഗുണമെത്തിയത്. 15,000 രൂപയുടെ പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസ സഹായം, ഭിന്നശേഷി സഹായം തുടങ്ങിയ ക്ഷേമ പദ്ധതിയാകട്ടെ കേവലം 11% സ്ത്രീകൾക്കു മാത്രമാണ് ലഭിച്ചത്. ഈ ആനുകൂല്യം ലഭിച്ചവരിൽ ഭൂരിഭാഗം പേരും, അതായത് 68 മുതൽ 77% വരെ LDFന് തന്നെയാണ് വോട്ടു ചെയ്തത്. എന്നാൽ ഈ ഗുണഭോക്താക്കളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ പദ്ധതികളുടെ പരിധിക്ക് പുറത്തുണ്ടായിരുന്ന വലിയൊരു വിഭാഗം സ്ത്രീ വോട്ടർമാർ ഭരണപക്ഷത്തെ കൈവിടുകയും ചെയ്തു. ഫലമോ 48% സ്ത്രീകളുടെ വോട്ടും നേടി UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തി. LDFന് കിട്ടിയതാകട്ടെ വെറും 36% സ്ത്രീ വോട്ടുകൾ മാത്രമാണ്. അതോടൊപ്പം ന്യൂനപക്ഷ വിരുദ്ധരെ സർക്കാർ സംരക്ഷിക്കാൻ ഒരുങ്ങിയതും വടക്കൻ കേരളത്തിലെ സ്ത്രീ വോട്ടർമാരിൽ വലിയ വിള്ളലാണ് ഉണ്ടാക്കിയത്. ഇനി പശ്ചിമ ബംഗാളിലേക്ക് നോക്കാം. അവിടെ മമതാ ബാനർജി സർക്കാർ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകുന്ന ലക്ഷ്മി ഭണ്ഡാർ പദ്ധതി ഏതാണ്ട് 70% സ്ത്രീകളിലേക്കും നേരിട്ടാണ് എത്തിയത്. കന്യാശ്രീ പ്രകൽപ പദ്ധതിയും പകുതിയോളം വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗം തൃണമൂലിനെ പിന്തുണച്ചുവെങ്കിലും പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാത്ത സ്ത്രീകളിൽ 75% പേർ കൂട്ടത്തോടെ BJPക്കാണ് വോട്ട് ചെയ്തത്. അതിനേക്കാളെല്ലാം ഉപരിയായി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ച മറ്റൊരു ഘടകമുണ്ട് കേട്ടോ ബംഗാളിൽ. ആർജേക്കർ മെഡിക്കൽ കോളേജ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിലെ സ്ത്രീ സുരക്ഷ വലിയൊരു ചർച്ചാ വിഷയമായി ഈ തിരഞ്ഞെടുപ്പിൽ മാറിയിരുന്നു. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ തകർന്നുവെന്ന് വിശ്വസിച്ച 63% സ്ത്രീകളും വോട്ട് ചെയ്തത് പ്രതിപക്ഷമായ BJPക്കു തന്നെയാണ്. അതായത് അക്കൗണ്ടിൽ പണമെത്തിയപ്പോഴും ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടായപ്പോൾ സ്ത്രീകൾ നിലപാട് മാറ്റിയെന്നർത്ഥം. ഏറ്റവും ഞെട്ടിക്കുന്നത് തമിഴ്നാട്ടിലെ ഫലമായിരുന്നു. വീട്ടമ്മമാർക്ക് പ്രതിമാസം 10,000 രൂപ നൽകുന്ന കലൈഞ്ചർ മകളിൻ ഉരിമൈ തിട്ടം എന്ന വൻ പദ്ധതി DMK സർക്കാർ നടപ്പാക്കിയിരുന്നു. സംസ്ഥാനത്തെ 71% സ്ത്രീകളിലേക്കും ഈ പണവും എത്തി. എന്നിട്ടും സംഭവിച്ചതോ അത് വളരെയധികം വിചിത്രമായ മറ്റൊരു കാര്യമാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകളിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്തത് ഭരണകക്ഷിക്കായിരുന്നില്ല കേട്ടോ, മറിച്ച് പുതുതായി രാഷ്ട്രീയത്തിലേക്ക് വന്ന വിജയുടെ TVKയ്ക്കാണ്. ആകെ സ്ത്രീ വോട്ടർമാരിലെ 38% TVK തൂത്തുവാരിയപ്പോൾ DMK സഖ്യം 31%ത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. പുതുമൈ പെൺ പോലെയുള്ള ചെറിയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ DMK പിന്തുണച്ചുവെങ്കിലും ഭൂരിപക്ഷം വോട്ടർമാരും പുതിയൊരു രാഷ്ട്രീയ ബദലിന് പിന്നാലെ തന്നെയാണ് പോയത്. അതേ കേരളവും ബംഗാളും തമിഴ്നാടും നൽകുന്ന രാഷ്ട്രീയ പടം ഒന്നു തന്നെയാണ്. സ്ത്രീകൾക്കായി കോടികളുടെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം അവരെ ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രം വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ക്ഷേമ പദ്ധതികൾക്കൊപ്പം ക്രമസമാധാനം, സ്ത്രീ സുരക്ഷ, ഭരണവിരുദ്ധ വികാരം, വിപണിയിലെ വിലക്കയറ്റം, ശക്തമായ രാഷ്ട്രീയ ബദലുകൾ എന്നിവയെല്ലാം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീ വോട്ടർമാർ എന്നും വിധിയെഴുതി പോന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലും നാം കണ്ടതും.